എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം സംസ് തുകകൾ. ഇതിൽ നമ്മൾ ആദ്യം പഠിച്ചത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക 1 + 2 + 3 + എക്സെട്ര + n = n × n + 1/2. പിന്നെ രണ്ടാമത് പഠിച്ചത് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക 2 + 4 + 6 + എക്സെട്ര + 2n = n × n + 1. മൂന്നാമതായി നമ്മൾ പഠിച്ചത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക 1 + 3 + 5 + എക്സെട്ര + 2n - 1 = n². ഈ മൂന്ന് ഫോർമുലകളും നിങ്ങൾ ഓർത്തിരിക്കണം, നമുക്ക് കണക്ക് ചെയ്യാൻ ആവശ്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള പൊതുവായ മാർഗം കണ്ടെത്തുന്നു. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം ബീജഗണിത രൂപം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. xn = an + b ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സമാന്തര ശ്രേണികളെയും എല്ലാ അരിത്തമെറ്റിക് സീക്വൻസുകളെയും നമുക്ക് xn = an + b എന്ന രൂപത്തിൽ എഴുതാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ n-ന് 1 എന്ന് കൊടുത്താൽ x1 കിട്ടും, n-ന് 2 എന്ന് കൊടുത്താൽ x2 കിട്ടും, n-ന് 3 എന്ന് കൊടുത്താൽ x3 കിട്ടും. അപ്പോൾ നമുക്ക് x1, x2, x3 എല്ലാ ടേംസും കിട്ടും. അപ്പം നമുക്ക് സം എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ n-ന് 1 കൊടുത്താൽ എന്ത് വരും? x1 = an എന്ന് പറഞ്ഞാൽ a × n എന്നാണ് അർത്ഥം. n-ന് 1 അല്ലേ കൊടുത്തു, അപ്പോൾ a × 1 + b. അപ്പോൾ x2 എന്ന് പറയുമ്പോൾ n-ന് 2, അപ്പോൾ a × n-ൻ്റെ സ്ഥാനത്ത് 2 വരും, 2 + b. x3 എന്ന് പറയുമ്പോൾ a × n-ൻ്റെ സ്ഥാനത്ത് 3 വരും, a × 3 + b. ഇങ്ങനെ തുടർന്നു പോകും. നമുക്കിവിടെ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. xn എന്താണെന്ന് നമുക്കറിയാം, an + b. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? a × n + b. ഇനി സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് കൂട്ടുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? x1 + x2 + x3 + എക്സെട്ര + xn = റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം a × 1 + a × 2 + a × 3 + എക്സെട്ര + a × n. നമുക്കത് എഴുതാം. അത് ആദ്യം വലിയൊരു ബ്രാക്കറ്റിൽ എഴുതാം. a × 1 + a × 2 + a × 3 + എക്സെട്ര + a × n. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെന്താണുള്ളത്? പ്ലസ് ചിഹ്നമാണ്. +++. ഇവിടെ പ്ലസ്. പിന്നെ b + b + b + എക്സെട്ര + b. അതും ഒരു ബ്രാക്കറ്റിൽ എഴുതാം. b + b + b + എക്സെട്ര + b. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് മാറ്റമില്ല. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും? ഇവിടെ നോക്കിക്കേ, എല്ലായിടത്തും a കോമൺ ഫാക്ടറാണ്. അപ്പം നമുക്ക് a ബ്രാക്കറ്റിന് വെളിയിലെടുക്കാമല്ലോ. ഇവിടെ എല്ലാം a കോമൺ ഫാക്ടറാണ്. ഈ വട്ടവിട്ട a എല്ലാം ബ്രാക്കറ്റിന് വെളിയിലോട്ട് പോന്നു. ബാക്കി എന്തുണ്ട്? ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഈ 1 വരും, അല്ലേ? 1 + പിന്നെ 2 + പിന്നെ 3
പ്ലസ് എക്സെട്രാ പ്ലസ് എൻ. ഈ എ എല്ലാം പൊതുവായി നമ്മൾ ബ്രാക്കറ്റിന് പുറത്തെടുത്തു. അപ്പോൾ തിരിച്ചു ഗുണിച്ചാൽ ഇത് തന്നെ വരും. എ ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു 2 പ്ലസ് എ ഇൻറ്റു 3 പ്ലസ് എക്സെട്രാ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ഇവിടെ ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എക്സെട്രാ പ്ലസ് ബി. എത്ര ബി ഉണ്ട് ഇവിടെ? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ എൻ പദങ്ങളുടെ എൻ ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ എത്ര ടേംസ് ഉണ്ട്? എൻ ടേംസ് ഉണ്ട്. എല്ലാ ടേമിലും ബിയും ഉണ്ട് അല്ലേ? ഫസ്റ്റ് ടേമിൽ ബി ഉണ്ട്, സെക്കൻഡ് ടേമിൽ ബി ഉണ്ട്, തേർഡ് ടേമിൽ ബി ഉണ്ട്, എക്സെട്രാ nth ടേമിലും ബി ഉണ്ട്. ഇവിടെ ആകെ n ടേംസ് ആണുള്ളത്. എല്ലാ ടേമിലും ബി ഉണ്ട്. അപ്പോൾ ആകെ എത്ര ബി ഉണ്ട്? n ബികളുണ്ട്. അപ്പോൾ ഇവിടെ n എണ്ണം ബി ഉണ്ട്, അല്ലെങ്കിൽ n ടൈംസ് ബി ഉണ്ട്. അപ്പം ബി ഇവിടെ എത്ര പ്രാവശ്യം കൂട്ടുന്നുണ്ട്? n പ്രാവശ്യം കൂട്ടുന്നുണ്ട്. n പ്രാവശ്യം ബി കൂട്ടുന്നു എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു ബി എന്നെഴുതാം. അപ്പോൾ എ ഇൻറ്റു 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. n ഇൻറ്റു n പ്ലസ് 1/2 ആണെന്ന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്ലസ് n ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ബി അല്ലെങ്കിൽ ബി എൻ എന്നും എഴുതാം. ഇവിടെ എ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ ഈ ന്യൂമറേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എൻ, എ എൻ ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാം. എ എൻ ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് എൻ ബി. ഇനി നമുക്ക് ഇതിൻ്റെ തുക കണ്ടുപിടിക്കണം, സം കണ്ടുപിടിക്കണം. ഇവിടെ എ എൻ ഇൻറ്റു n പ്ലസ് 1/2 ഇത് ഫ്രാക്ഷനാണ്, ഇത് ഫ്രാക്ഷൻ അല്ല. അപ്പോൾ എങ്ങനെ സം കണ്ടുപിടിക്കും? നമുക്കറിയാം ഏതൊരു പൂർണ്ണസംഖ്യയും ബൈ 1 ഇട്ട് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം. ഉദാഹരണമായി 2നെ എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം? 2/1. 3യെ എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം? 3/1. അപ്പം നമുക്ക് എൻ ബി എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം? nb/1. ഇനി തുക കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കിക്കൊണ്ട്, തുല്യമാക്കിക്കൊണ്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം, ഒരേപോലെ ആക്കാം. അതായത് ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. 1നെ നമുക്ക് 2 ആക്കാമല്ലോ. 2 ആക്കാൻ ഇവിടെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2 ആക്കാൻ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം വിലയിൽ മാറ്റം വരാതിരിക്കാൻ ന്യൂമറേറ്ററും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? എ എൻ ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് എൻ ബി ഇൻറ്റു 2 എന്തായിരിക്കും? 2nb/1 ഇൻറ്റു 2. ഇപ്പം നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിമായി, ഡിനോമിനേറ്റർ 2 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2 കോമൺ ആയി അല്ലേ? ഈ 2 ടേമിലും ഡിനോമിനേറ്റർ 2 ആണ്. പിന്നെ നോക്കിക്കേ, ഫസ്റ്റ് ടേമിലും n ഉണ്ട്, സെക്കൻഡ് ടേമിലും n ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ n/2 ബ്രാക്കറ്റിന് വെളിയിലെടുക്കാം. n/2 ഇൻറ്റു ബാക്കി എന്ത് വരും അകത്ത്? ഫസ്റ്റ് ടേമിൽ ബാക്കി എന്തുണ്ട്? a ഇൻറ്റു n പ്ലസ് 1 പ്ലസ് സെക്കൻഡ് ടേമിൽ ബാക്കി എന്തുണ്ട്? 2b. ഇതെല്ലാം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് xn. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഇതെന്താവും? n/2 ഇൻറ്റു, ഞാൻ ഈ ബ്രാക്കറ്റ് മാറ്റുന്നു, അതായത് എ n കൊണ്ട് ഗുണിക്കുന്നു, a ഇൻറ്റു n, പിന്നെ പ്ലസ് ചിഹ്നം,
a into 1 plus 2b. ഇനി അടുത്ത സ്റ്റെപ്പിൽ n/2 ഇൻറ്റു a ഇൻറ്റു n എന്ന് പറഞ്ഞാൽ a n ആണ്, പ്ലസ് a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ a ആണ്, പ്ലസ് 2b എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു b എന്നാണ് അല്ലേ. അതായത് b പ്ലസ് b, അതാണ് 2b. b 2 പ്രാവശ്യം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം b ആണല്ലോ. അപ്പം ഞാനത് b പ്ലസ് b എന്നെഴുതുന്നു. കാരണം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ളൊരു പൊതുവായ മാർഗത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു പൊതുവായ മാർഗത്തിലെത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ 2b എന്നുള്ളതിനെ b പ്ലസ് b എന്നൊക്കെ എഴുതിയത്. ഈക്വൽ ടു n/2 ഇൻറ്റു ഈ a പ്ലസ് b, അതായത് ഈ a പ്ലസ് b ഞാൻ ആദ്യം എഴുതുന്നു, a പ്ലസ് b. പിന്നെ എന്താണുള്ളത്, a പ്ലസ് ബി ആദ്യം എഴുതി, പ്ലസ് an പ്ലസ് ബി. അപ്പോൾ ഈക്വൽ ടു n/2 ഇൻറ്റു ഈ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ x1 അല്ലേ. ഇവിടെ നോക്കിക്കേ, x1 സമയം എന്താണ്, a ഇൻറ്റു 1 പ്ലസ് ബി. a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, a ഇൻറ്റു 1 a ആണ് അല്ലേ. ഏതൊരു സംഖ്യ ഒന്നുകൊണ്ട് ഗുണിച്ചാലും അതേ സംഖ്യയാണ് a പ്ലസ് ബി. അപ്പോൾ ഈ a പ്ലസ് ബിക്ക് പകരം നമുക്ക് x1 എന്നെഴുതാം. അതേപോലെ an പ്ലസ് ബിക്ക് പകരം നമുക്ക് xn എന്നും എഴുതാം. അപ്പോൾ നമുക്കിതെന്തെഴുതാം, a പ്ലസ് ബിക്ക് പകരം x1 എന്നും an പ്ലസ് ബിക്ക് പകരം xn എന്നും എഴുതാം. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും തുക കണ്ടുപിടിച്ചിട്ട്, സം കണ്ടുപിടിച്ചിട്ട്, ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണമാണ്. ഈ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക എന്നാണ് അർത്ഥം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ്, തുക എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതിയാണ്. ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം. ഈ ഫോർമുല കിട്ടിയ വിധം എങ്ങനെയാണെന്ന് പഠിക്കണമെന്നില്ല, ഈ ഫോർമുല ഓർത്തിരിക്കണം, നമുക്കത് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn.